നൂറ് കൽബിലേക്ക് വന്നാൽ എന്താ ലക്ഷണം? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തജാഫി അൻദാരിൽ ഖുറൂർ. മനുഷ്യൻ വിശ്വസിച്ചാൽ ചതിക്കപ്പെടുന്ന ഒരു ആലമാണ് ഈ ലോകം. വലിയ പ്രതീക്ഷകളോടെ എന്തൊക്കെയോ തട്ടിക്കൂട്ടും, വലിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങും, പിന്നെ ബിൽഡിംഗ് എടുക്കും, പല സംവിധാനം ഉണ്ടാകും. പക്ഷെ അല്പകാലത്തേക്ക് എല്ലാ തരിപ്പണമായി. വിശ്വാസം അർപ്പിച്ചിട്ട് കാര്യം ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ ആളെന്നെ ദുഞ്ഞാവിലുണ്ടാവില്ല, അല്ലേ? അത്തജാബ്. ഇങ്ങനത്തെ ദുഞ്ഞാവിനോട് ഒരു താല്പര്യക്കുറവ്, അത്തജാബി എന്ന് പറഞ്ഞാൽ അകൽച്ച, അതിനോട് പൂണ്ട് പിടിക്കൂല. ഒന്നാമത്തെ ലക്ഷണം മനസ്സിലായില്ലേ? 2, വൽ ഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ്. കാലകാലം താമസിക്കുന്ന അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിറക്കപ്പെട്ട ഒരു ഭവനത്തിലേക്ക് പോകാനുണ്ട്. ഇന്ന് പോകും, നാളെ പോകും, ഇന്ന് പോകണം, നാളെ പോകുന്നുള്ള ആ ചിന്തയിലായിരിക്കും അവർ ഉണ്ടാക്കല്. കൽബ് അങ്ങോട്ടേക്ക് കടഞ്ഞിട്ടുണ്ടാകും. 2, ഇതുപോലെ വിദേശത്തേക്ക് പോയാൾ നാട്ടിൽ പോകണം, പിള്ളേരെ കാണണം എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ആളില്ല, എൻ്റെ മുൻ കഴിഞ്ഞ സൽഫു സാലിഹ്യങ്ങളെ കാണണം, അള്ളാഹിന്റെ സ്വർഗം കാണണം, റസൂലുള്ളാഹിനെ കാണണം സല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ ഇനാബത്ത്, കൽബിന്റെ ചാട്ട അങ്ങോട്ടേക്ക്. മൂന്നാമത്തത് എന്താ? വൽ ഇസ്തിഅദാദു ലിൽ മൗതി ഖബല നുസൂലിഹി. മരണം എപ്പം വരുമെന്ന് നമുക്ക് അറിയില്ല, പക്ഷെ എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. അത് മരണം വന്നിട്ട് കുറച്ച് നിൽക്കട്ടെ, അസ്രായേൽ കുറച്ചടിക്കുക, എനിക്ക് നിൽക്കണ്ടേ, എനിക്ക് സക്കാത്ത് കൊടുക്കാനുണ്ട്, സദക്ക കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് താമസിപ്പിക്കണ്ടേ. എപ്പം വന്നാലും റെഡി, ഞാൻ നേരത്തെ തയ്യാറായി നിൽക്കല്ലേ എന്ന് ഇറങ്ങലും പോക്കും. ആ മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എന്താകും? ഇവനിൽ എപ്പോഴും കാണാൻ കഴിയും. നാളെ ജീവിക്കും എന്നുള്ള ഒരു ഉറപ്പോ ഒരു ലന്നോ ഒന്നും ഉണ്ടാവില്ല. ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞ് ആ രൂപത്തിലാണ് ഇവന്റെ കൽബുണ്ടാവുക. 3 ലക്ഷണം മനസ്സിലായില്ലേ?